ഹലോ ഹായ്. യെസ്, നമ്മൾ വീണ്ടും സത്യമംഗലത്ത് ദിമ്പം ചുരം കയറിയിരിക്കുകയാണ് കേട്ടോ. മനോഹരമായിട്ടുള്ള ഈ ദിമ്പം ചുരത്തിലൂടെ ചെറിയ കാറ്റൊക്കെ ആയിട്ട് നല്ല കൂൾ ക്ലൈമറ്റും. ഞാൻ എപ്പോൾ വന്നാലും ഇവിടെ ഒരു തണുപ്പും ഒരു തണുത്ത കാറ്റും അതുപോലെ തന്നെ ചെറിയ കോടമഞ്ഞും ഒക്കെ കാണും കേട്ടോ. അപ്പോൾ ഇത്തവണ എൻ്റെ കൂടെ നമ്മുടെ വിനോദുണ്ട്. വിനോദേ ഹായ്. നമ്മുടെ പുതിയൊരു അംഗം കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, വിനയ് അല്ലേ? വിനയൻ. യെസ്, നമ്മുടെ തൃശ്ശൂർക്കാരനാണ്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെയാണ് ഇന്നത്തെ യാത്ര. നമ്മൾ സത്യമംഗലം കാടുകളിലെ കുറച്ചുകൂടെ ഒന്ന് രഹസ്യങ്ങളൊക്കെ ചോർത്താനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ യാത്ര അങ്ങോട്ട് തിരിച്ചിരിക്കുന്നതെന്ന് പറയാം. ഇനി കാഴ്ചകളൊക്കെ കാണിച്ചിരുന്നത് ഇതാണ് സംഭവം കേട്ടോ. പൊള്ളി ഇത് നോക്കി, അടിപൊളിയല്ലേ? മഴയൊക്കെ ചെയ്ത് ഇങ്ങനെ പച്ചയായിട്ട് കിടക്കുകയാണ് കേട്ടോ. കാട് ഇങ്ങനെ പച്ച പണിഞ്ഞ് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അത് നോക്കി, അവിടെ ഇങ്ങനെ മാനം മുട്ടി നിൽക്കുന്ന മലനിരകളും അല്ലേ, അതിലിങ്ങനെ തൊട്ട് നിൽക്കുന്ന കാർമേഘങ്ങളും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചുരത്തിൽ ചെറിയ ഒരു തണുത്ത കാറ്റ് എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് നമ്മൾ അടിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. ഇങ്ങനെ കൂളാക്കിക്കൊണ്ടേയിരിക്കും. ഈ ഒരു ലാസ്റ്റ് ഹെയർ പിൻ ഉണ്ട്